വാൽമീകി സൂക്തത്തിന്റെ 12ാം വാല്യം പറയുന്നത് എങ്ങനെയാണ്? അക്രാന്തഷ്ട്യം ബല്യേ ദിം വായോധര എന്നാണ്. നമസ്കാരം, യുവിനിലേക്ക് സ്വാഗതം. ഞാൻ ജോയൽ. നേരത്തെ പറഞ്ഞത് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ഇതാണ്. അതായത് നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നു, എന്നിട്ട് അത് 12ാം അധ്യായം എന്നും 14ാം അധ്യായം എന്നും പറയുന്നു. വാക്ചാതുര്യമുള്ള ചിലർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആക്രോശിക്കുന്നതാണ് അല്ലെങ്കിൽ പറയുന്നതാണ് നമ്മൾ കാണുന്നത്. പണ്ടൊക്കെ പ്രസംഗം പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമുക്കറിയാത്ത ഒന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുള്ള ഒന്നാണെങ്കിൽ ഇത് ഏതോ ഒരു മഹാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ സമയത്ത് ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞതുപോലെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാച്ചിയേക്കുക. ആൾക്കാർ വിചാരിക്കും ഇത് മഹാത്മാഗാന്ധിയോ അല്ലെങ്കിൽ ഏതോ ഒരു ബുദ്ധനോ അല്ലെങ്കിൽ വിവരമുള്ള ആരെങ്കിലും പറഞ്ഞതാണെന്ന്. ശരിക്കും ഇത് എന്റെ തന്നെ സൃഷ്ടിയാവാനും മതി. ഇത് തന്നെയാണ് ഇപ്പോ ട്രെൻഡായിട്ടുള്ള ചില ആൾക്കാർ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത്. ഇപ്പൊ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് ചർച്ചാ വിഷയം എന്നൊക്കെ പറയുന്നത് ഹണി റോസും അതുപോലെ രാഹുൽ ഈശ്വറും ബോബി ചെമ്മണ്ണൂരും ഒക്കെയാണ്. അപ്പോ ഇതിൽ രാഹുൽ ഈശ്വർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദപ്രയോഗമുണ്ട്. വലിയ മലയാള പദം ഉപയോഗിക്കുകയും അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം ഉപയോഗിച്ച് പറഞ്ഞു വെക്കുന്ന ചിലത് കേട്ടുകഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുമെങ്കിലും കാര്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുവാനും അതുപോലെ തന്നെ അയാൾ ഉദ്ദേശിച്ച കാര്യം വളരെ കൃത്യമായി ലളിതമായി അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം ഉപയോഗിച്ച് നമ്മളെ പലപ്പോഴും വ്യതിചലിപ്പിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം പറയുന്ന ഒരു തന്ത്രമുണ്ട്. കാണുമ്പോൾ നമ്മൾ ഭയങ്കരമെന്നും അല്ലെങ്കിൽ അതിഭീകരമെന്നും അദ്ദേഹത്തിന് എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന് എന്നൊക്കെ വിചാരിക്കുമെങ്കിലും കാര്യമായിട്ടൊന്നുമില്ല. എനിക്ക് വ്യക്തിപരമായി വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അത് അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം കൊണ്ട് അദ്ദേഹം നേടിയെടുക്കുന്ന അല്ലെങ്കിൽ പല ഡിബേറ്റുകളിലും വിജയിക്കാൻ കാണിക്കുന്ന ചില ചാതുര്യമാണ് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടുള്ള ചില കളികളാണ്. അതായത് ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ചില ശ്ലോകങ്ങൾ പറയുക അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾ പറയുക. അത് വളരെ കോൺഫിഡൻസോട് കൂടി, തെറ്റാണെങ്കിൽ പോലും വളരെ കൃത്യമായി വളരെ കോൺഫിഡൻസോട് കൂടി അത് ഡെലിവർ ചെയ്യാനും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട്. ഈ അടുത്ത് ഹണി റോസ് അതുപോലെ തന്നെ ഈ ചർച്ചയ്ക്കിടയിലും അദ്ദേഹം ഉപയോഗിച്ച അദ്ദേഹത്തിന്റെ ശബ്ദം കൊണ്ടും അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം കൊണ്ടും നമ്മൾ പലപ്പോഴും കേട്ടിരുന്നു പോകും. അദ്ദേഹം ഡെലിവർ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര മനോഹരമാണ്. ഒരാളെ അട്രാക്ട് ചെയ്ത് കേട്ടിരുത്തിക്കാൻ കഴിവുള്ള രീതിയിലുള്ള ഒരു സംസാര രീതിയുമാണ്. അപ്പോ ഇത് ഉപയോഗിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഡിബേറ്റിൽ ഹണി റോസിനെ കുറിച്ചും അല്ലെങ്കിൽ അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ ഡ്രസ്സ് ധരിക്കുന്നത് സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലാണ്. ഇത് തന്നെ ആയിരിക്കാം ബോബി ചെമ്മണ്ണൂരിനെയും ആകർഷിക്കപ്പെട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ രീതിയിലുള്ള ഒരു സംസാര രീതിയായിരുന്നു. മറ്റു പലരും ഇത് തന്നെ പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തെ എന്തുകൊണ്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വാക്കുകളെ എന്തുകൊണ്ട് കടമെടുക്കുന്നു ചോദിച്ചാൽ വളരെ കൺവീനിയന്റ് ആയിട്ടാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ പ്ലേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നതും. വലിയ കാര്യത്തെയും വളരെ ലളിതമാക്കാനും ഇദ്ദേഹത്തിന്റെ രീതിയിൽ വളച്ചൊടിച്ച് അദ്ദേഹത്തിന് ആവശ്യമുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരാനും ഒരു പ്രത്യേക കഴിവുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു കോട്ടൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ എല്ലാം ഒന്നും ഉള്ളതാണോ എന്ന് പോലും നമുക്ക് ചിലപ്പോൾ സംശയിക്കേണ്ടി വരും. ആ രീതിയിൽ നമ്മളെ കൺവിൻസ് ചെയ്യാൻ കഴിവുള്ള ചില ആൾക്കാരുണ്ട്. അവർ പറയുന്ന ചില ഡെലിവറൻസ് അല്ലെങ്കിൽ അവർ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഹണി റോസ് പോലും ഒരു പക്ഷേ സംശയിച്ചു പോയിട്ടുണ്ടാകും ഇനി ഇങ്ങനെയെങ്ങാനും ആണോ എന്ന്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ താപ്പാന പ്രകടനം അല്ലെങ്കിൽ രണ്ട് വള്ളത്തിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കേൾക്കും. ആർക്ക് പ്രശ്നമുണ്ടായാലും അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും സ്ത്രീ വിഷയത്തിൽ പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്ന ആളാണ് നമ്മുടെ രാഹുൽ ഈശ്വർ എന്ന മഹത് വ്യക്തി. അത് കുറച്ചു കാലമായിട്ട് പ്രത്യേകിച്ച് മലയാള ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഫേമസ് ആയ ഒരാൾക്കെതിരെയൊക്കെ ഒരാൾ നിൽക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഒരാൾക്കെതിരെ പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ മിക്കവരും അവരുടെ മുഖമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന, സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് കൂടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അത് പലപ്പോഴും നമുക്ക് തെളിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ദിലീപേട്ടന്റെ കേസ് തൊട്ട് ഇവിടം വരെ പല കേസുകളിലും പല ചർച്ചകളും മറ്റും വന്നപ്പോൾ എല്ലായിടത്തും ആണുങ്ങളുടെ ഫേസ് ആയിട്ട് അല്ലെങ്കിൽ ആണുങ്ങളുടെ കൂടത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. അപ്പം രാഹുൽ ഈശ്വർ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇത് തന്നെയാണോ രാഹുൽ ഈശ്വർ എന്നൊക്കെ അറിയാനായിട്ട് അദ്ദേഹം പണ്ട് മലയാളി ഹൗസിൽ കാണിച്ചു കൂട്ടിയ ചില പ്രകടനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാവുന്നേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ശരിയായ പ്രവർത്തന രീതിയും അല്ലെങ്കിൽ സംസാര രീതിയും എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം ശരിക്കും ആരാണെന്നൊക്കെ മനസ്സിലാകാൻ അത് മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ താപ്പാന പ്രകടനം അല്ലെങ്കിൽ രണ്ട് വെള്ളത്തിൽ കാല് വെച്ചുള്ള പ്രകടനമൊക്കെ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ കാണിക്കുന്നതും നമ്മളാകുന്ന വ്യക്തിയും നമ്മൾ രണ്ടാണ്. അത് തമ്മിൽ വലിയ ബന്ധമൊന്നും കാണില്ല. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് ഞാൻ ഇങ്ങനെയാണെന്നും എന്നാൽ ശരിക്കും ഞാൻ ആരാണെന്നൊക്കെ അതൊക്കെ മറ്റൊരു വിഷയമാണ്. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ രാഹുൽ ഈശ്വറിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ
അദ്ദേഹത്തിന്റെ ഫാൻസ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും, രാഹുൽ ഈശ്വർ അതേപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പറഞ്ഞിട്ടില്ലേ എന്ന്. പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ ആക്രമിക്കപ്പെടുന്നയാൾ ബോബി ചെമ്മണ്ണൂർ അല്ല, മറിച്ച് ഹണി റോസ് ആണ്. അപ്പം അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടാവും. അതായത് അദ്ദേഹം മതപരമായ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലും അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു ഡ്രസ്സിങ് സ്റ്റൈലുണ്ട്. അത് 80കളിലോ അല്ലെങ്കിൽ 70കളിലോ ഒക്കെ നിലനിന്ന പോലെ ആണുങ്ങൾ ഇന്ന രീതിയിൽ മാത്രം വസ്ത്രം ധരിക്കുക, അത് പൊതുവീതിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇന്ന വസ്ത്രമായിരിക്കുക, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഇന്ന വസ്ത്രം ധരിക്കുക, സ്ത്രീകളും അതുപോലെ തന്നെ ഇന്ന ഓരോ സ്ഥലത്തും ഓരോരോ വസ്ത്രം വേണം ധരിക്കണം എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അലിഖിത നിയമങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു സമയമാണ് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലുള്ളത്. അദ്ദേഹം അതേക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ജീവിക്കുന്ന 2000-ലൊക്കെയാണ്, 2024-ലൊക്കെ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഓരോരുത്തർക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അതനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള തീരുമാനങ്ങളും നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളൊക്കെ ജീവിക്കുന്ന ആ ഒരു കാലത്താകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നം അവിടെയൊന്നുമല്ല. അപ്പൊ അതുവരെ ഓക്കെയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. അദ്ദേഹത്തിന്റെ നിലപാടാണ് പറയുന്നത്. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് പലപ്പോഴും ഹണി റോസ് ഇന്ന വസ്ത്രം ധരിച്ചതുകൊണ്ടാണ് ഹണി റോസിന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായത്, ഹണി റോസ് ഇന്ന വസ്ത്രം ധരിച്ചതുകൊണ്ടാണ് ഹണി റോസ് ഇങ്ങനെ പറയപ്പെട്ടത്, അല്ലെങ്കിൽ ഹണി റോസ് ഇങ്ങനെയാണ്, ഹണി റോസ് എന്ന് പറഞ്ഞ് പലതവണ ഈ വാചകം ആവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വാക്ചാതുര്യമുള്ള ഒരാൾ പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാർ വിശ്വസിക്കുന്നത് പതുക്കെ ഹണി റോസ് ശരിക്കും പ്രശ്നക്കാരിയാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ വസ്ത്രം കൊണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ അധിക്ഷേപിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെയാൾ ഇങ്ങനെ പറഞ്ഞത്, നമുക്കും ഇങ്ങനെ തന്നെ പറയാം എന്നുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങൾ വരുന്നത്. ഇത് അപകടമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അപകടമാണ്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ആയിട്ട് ഒരു ന്യൂസ് ചാനൽ ഇങ്ങനെ പറയുന്നത് കേട്ടു, രാഹുൽ ഈശ്വർ അടിക്കുന്നത് ശരിക്കും ഡോഗ് വിസിലാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ആൾക്കാരെ കൂടുതലായിട്ട് പ്രലോഭിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ചെയ്തത് തെറ്റല്ല, അല്ലെങ്കിൽ അത് ന്യായമാണ്, അത് ഓക്കെയാണ്, ബിക്കോസ് ഇങ്ങനെ ഹണി റോസ് ഇങ്ങനെ വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ അങ്ങനെ പറഞ്ഞത് എന്നുള്ള വാചകം പലതവണ ആവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലരിലെങ്കിലും ഓക്കെ ബോബി ചെമ്മണ്ണൂർ ചെയ്ത് ഓക്കെയാണ്, ബിക്കോസ് പുള്ളിക്കാരി ഇങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ്, ഇങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചിലരിലെങ്കിലും അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത് ചിലരുടെയെങ്കിലും മസ്തിഷ്കത്തിലേക്ക് കയറുന്നുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം കൊണ്ടുള്ള ഗുണവും ദോഷവും ഒക്കെ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാരണം കേട്ടിരിക്കാൻ രസമാണ്. അദ്ദേഹം പറയുന്നതൊക്കെ ന്യായമാണ്, അല്ലെങ്കിൽ വളരെ കൃത്യമാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല രാഹുൽ ഈശ്വർ വേട്ടക്കാരന്റെ പക്ഷം പിടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും എല്ലായിടത്തും ഓടിച്ചെന്ന് രാഹുൽ ഈശ്വർ വേട്ടക്കാരന്റെ പക്ഷം പിടിക്കുകയും അത് ശരിയായില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ കാണിച്ചത് ശരിയായില്ല, സ്ത്രീകൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ആണുങ്ങൾ അങ്ങനെ കാണിക്കുന്നത് എന്നുള്ള ഒരു പഴയ ഒരു മെയിൽ ഷോവനിസ്റ്റ് രീതിയിലോട്ടാണ് അദ്ദേഹത്തിന്റെ സംസാരവും ഭാഷയും എല്ലാം പോകുന്നത്. ഇത് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പ്രശ്നമാണ്. ഇത് പബ്ലിക്കായിട്ട് ഒരു സാധാരണ രീതിയിൽ പറയുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇത് ഓരോരുത്തരെയും ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രശ്നമാണ്. അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന കുറച്ചു പേർക്കെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആണ്, അദ്ദേഹം പറയുന്നതൊക്കെ കറക്റ്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന കുറച്ചു പേരുടെയെങ്കിലും തലയിൽ അത് കയറുകയും അത് അവരെ പ്രലോഭിപ്പിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചിന്തിക്കാൻ പ്രലോഭിപ്പിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഉറപ്പാണ്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം എല്ലായിടത്തും അത്ര നല്ലതല്ല. നമുക്ക് കേട്ടിരിക്കാൻ രസമുണ്ടെങ്കിൽ പോലും പറയുന്നത് ചിലപ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് 2 തവണ ആലോചിക്കേണ്ടി വരും. അദ്ദേഹം മാത്രമല്ല, ഇങ്ങനെ സംസാരിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ സൂക്ഷിക്കുക. ഇങ്ങനെ വാക്ചാതുര്യം എടുത്ത് അല്ലെങ്കിൽ പല ഭാഷകളിൽ ഘോരഘോരം പ്രസംഗിച്ച് അവരവരുടെ കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് പറയുന്ന വാക്ചാതുര്യമുള്ളവരെ, അല്ലെങ്കിൽ പല കോട്ടുകളെ കോട്ട് ചെയ്ത് പറയുന്നവരെ ഒന്ന് സൂക്ഷിക്കുക. അവരുടെ വാക്ക് 2 തവണ കേട്ടു നോക്കുക, ആലോചിച്ച് നോക്കുക, ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അവർ പറയുന്നത് കൃത്യമാണോ എന്നൊക്കെ. നമ്മൾ എടുത്തു ചാടി കമന്റ് ബോക്സുകളും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും പോയി ഘോരഘോരം അതല്ല ഇതാണ് ശരി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതാണ് ശരി എന്നൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് വളരെ കൃത്യമായി ആലോചിച്ച് വിവേകപൂർവ്വം മാത്രം പ്രവർത്തിക്കുക, അതനുസരിച്ച് മാത്രം ചിന്തിക്കുക. ആരുടെയെങ്കിലും വാക്ക് കേട്ട് ചാടാൻ നിൽക്കരുത്. അടുത്തൊരു സ്റ്റോറിയുമായിട്ട് കാണുന്നവരേക്കും സൈനിങ് ഔട്ട്, ജോയൽ ജോസഫ്.